വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ 22 വർഷം പഴക്കമുള്ള കൊൽക്കത്തയുടെ രാജകുമാരൻ ദാദ, അതെ, സാക്ഷാൽ സൗരവ് ഗാംഗുലിയുടെ റെക്കോർഡ് ഇന്ന് മറികടന്നിരിക്കുന്നു ഹിറ്റ്മാൻ രോഹിത് ശർമ്മ. വിശ്വവിഖ്യാതമായ ലോർഡ്സിന്റെ ക്രിക്കറ്റ് മൈതാനത്താണ് രോഹിത് ശർമ്മ ദാദയുടെ റെക്കോർഡ് മറികടന്നത്. 2004 സൗരവ് ഗാംഗുലി നേടിയ 90 റൺസായിരുന്നു ഇന്ത്യൻ ബാറ്ററുടെ പേരിലുള്ള ഏറ്റവും വലിയ ടോട്ടൽ. ആ ഒരു ഹൈ സ്കോറാണ് ഇന്ന് രോഹിത് ശർമ്മ മറികടന്നത്. 110 പന്തുകൾ നേരിട്ട് 138 റൺസാണ് രോഹിത് ശർമ്മ ലോർഡ്സിന്റെ മൈതാനത്തിൽ കളിച്ചു നേടിയത്. 5 സിക്സുകളും 17 ഫോറുകളും അടങ്ങുന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ്. രോഹിത് ശർമ്മയുടെ ആ സെഞ്ചുറിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വരാൻ പോകുന്ന വേൾഡ് കപ്പിൽ ടീമിൽ ഇടമുണ്ടാകില്ലെന്നുള്ള അജിത് അഗാർക്കറുടെയും ഗംഭീറിന്റെയും ധാർഷ്ട്യത്തിന്റെ വാക്കുകൾ വാൾമുനയായി തലക്കുനേരെ നിൽക്കുമ്പോഴാണ് അതിനെ മറികടക്കുന്ന ഒരു അത്യുജ്വല സെഞ്ചുറിയുമായി രോഹിത് ശർമ്മ ഇന്ന് ലോർഡ്സിന്റെ മണ്ണിൽ തിളങ്ങിയത്. പ്രായമേറെ ആയില്ലേ, കളി നിർത്തിക്കൂടെ, വിരമിച്ചുകൂടെ, ഇന്ത്യൻ യുവതാരങ്ങൾക്ക് അവസരം നൽകിക്കൂടെ? അതിന് പുറമെ BCCയുടെ മുന്നറിയിപ്പും അതിനെയെല്ലാം ഇതാ രോഹിത് ശർമ്മ ലോർഡ്സിന്റെ മണ്ണിൽ മനക്കരുത്തുകൊണ്ട് മറികടന്നിരിക്കുന്നു. വിമർശകർ കുരച്ചുകൊണ്ടേയിരിക്കും. ആ വിമർശനങ്ങളെ കളിമിടുക്കുകൊണ്ട് തന്നെയാണ് നാളിതുവരെ കഴിവുറ്റ താരങ്ങൾ മറികടന്നിട്ടുള്ളത്. അതിലേക്കിതാ ഒരു വീരപോരാട്ടം കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ പേരിൽ. മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടെങ്കിലും, ഇംഗ്ലണ്ടിന് മുന്നിൽ 2-1 പരമ്പര അടിയറവ് വെച്ചെങ്കിലും ആരാധകർക്ക് അതൊന്നും തന്നെ വിഷയമായിരുന്നില്ല. രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവായിരുന്നു, രോഹിത് ശർമ്മയുടെ സെഞ്ചുറി ആയിരുന്നു, വർഷങ്ങൾ പഴക്കമുള്ള സൗരവ് ഗാംഗുലിയുടെ റെക്കോർഡ് മറികടന്നുകൊണ്ടുള്ള രോഹിത് ശർമ്മയുടെ പടയോട്ടമായിരുന്നു ആരാധകർക്ക് ഇന്നത്തെ വിഷയം. ഇന്ന് ടോസ് ലഭിച്ചത് ഇംഗ്ലണ്ടിനായിരുന്നു. ടോസ് ലഭിച്ച് ബൗളർമാരെ ഒട്ടും തുണക്കാത്ത പിച്ചിൽ ബാറ്റിംഗ് തെരഞ്ഞെടുക്കാൻ മറ്റൊന്നാലോചിക്കേണ്ടി വന്നില്ല ഇംഗ്ലീഷ് ക്യാപ്റ്റന്. തെരഞ്ഞെടുത്ത തീരുമാനം ശരിവെക്കും വിധത്തിൽ തന്നെയായിരുന്നു ഇരു ഓപ്പണർമാരും നിറഞ്ഞാടിയത്. ഇംഗ്ലണ്ടിന്റെ ആദ്യ വിക്കറ്റ് വീഴാൻ 30 ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നു. 192 റൺസിലാണ് ആദ്യ വിക്കറ്റ് വീഴുന്നത്. 2 സിക്സും 11 ഫോറും അടക്കം 93 പന്തിൽ 91 റൺസ് എടുത്ത ജേക്കബ് ബത്തേലാണ് ആദ്യം വീണത്. ബെൻ ഡക്കറ്റ് 135 പന്തുകളിൽ 141 റൺസാണ് നേടിയത്. 1 സിക്സും 18 ഫോറും അടക്കം. ഇംഗ്ലീഷ് നിരയിൽ നിന്ന് 3 വിക്കറ്റുകൾ വീഴ്ത്താൻ മാത്രമാണ് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ 99 റൺസുമായി പുറത്താകാതെ നിന്ന റൂട്ട് ഇന്ന് 48 പന്തുകളിൽ നേടിയത് 74 റൺസാണ്. 9 ഫോറുകൾ അടങ്ങുന്നതായിരുന്നു റൂട്ടിന്റെ ഇന്നിങ്സ്. ജോസ് ബട്ട്ലറുടെ മറ്റൊരു ഇടിവെട്ട് ഇന്നിങ്സാണ് ഇന്ന് ലോർഡ്സിൽ കാണാൻ കഴിഞ്ഞത്. വെറും 13 പന്തുകളിൽ നിന്ന് നേടിയത് 41 റൺസ്. 3 സിക്സും 4 ഫോറും അടങ്ങുന്നതായിരുന്നു ആ അതിമാരക ഇന്നിങ്സ്. 50 ഓവറിൽ ഇംഗ്ലണ്ട് നേടിയത് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387, 387. 388 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ പതുക്കെയായിരുന്നു തുടങ്ങിയത്. 60 റൺസ് തികയാൻ 11 ഓവർ കാത്തിരിക്കേണ്ടി വന്നു. രോഹിത് ശർമ്മയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയത്. 84 പന്തുകളിൽ 77 റൺസുമായി ആദ്യം വീണത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലായിരുന്നു. 25-ാം ഓവറിലാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. 143 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് പടുത്തുയർത്തിയാണ് ക്യാപ്റ്റൻ ക്രീസിൽ നിന്ന് മടങ്ങിയത്. പിന്നീടെത്തിയ വിരാട് കോഹ്ലിയുമായി രോഹിത് ശർമ്മ ഇന്നിങ്സിനെ അതിവേഗം ചലിപ്പിക്കാൻ തുടങ്ങി. അതിനിടെ സെഞ്ചുറിയും പിന്നിട്ട് രോഹിത് ശർമ്മ തന്റെ പടയോട്ടം തുടർന്നു. ഇന്ത്യൻ സ്കോർ 260 എത്തിയപ്പോൾ രോഹിത് ശർമ്മയുടെ വിക്കറ്റും നഷ്ടമായി. 138 റൺസാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത്. വിരാട് കോഹ്ലിയും മിന്നും ഫോമിലായിരുന്നു. 60 പന്തുകൾ നേരിട്ട് 3 സിക്സും 4 ഫോറും അടക്കം നേടിയത് 74 റൺസാണ്. ഒരു ഘട്ടത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറിയും കടന്ന് ഇന്ത്യ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിച്ച അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ സാം കരൻ തന്റെ ബൗളിംഗിൽ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെ കൈകളിലെത്തിച്ചാണ് വിരാട് കോഹ്ലിയെ മടക്കിയത്. തുടരെ 3 വിക്കറ്റുകളാണ് സാം കരൻ ഇന്ന് ഇംഗ്ലീഷ് ബൗളിംഗിൽ നേടിയെടുത്തത്. ഇഷാൻ കിഷനെയും ശ്രേയസ് അയ്യരെയും മടക്കിയത് സാം കരൻ തന്നെയായിരുന്നു. ആ ഒരു വിക്കറ്റ് വീഴ്ചയിലാണ് ഇന്ത്യ പരാജയത്തിലേക്ക് വീണത്. അതല്ലെങ്കിൽ അവസാന ഓവർ വരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു മത്സരമാകുമായിരുന്നു ഇന്നത്തേത്. ശ്രേയസ് അയ്യർ ഇന്ന് പുറത്തായത് 0-നാണ്. ഇഷാൻ കിഷൻ 14 റൺസിനും പുറത്തായി. KL രാഹുൽ 12 റൺസിനും അക്സർ പട്ടേൽ 2 റൺസിനും പുറത്തായപ്പോൾ ഇന്ത്യ എളുപ്പത്തിൽ പരാജയത്തിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. 45-ാം ഓവർ വരെ ത്രില്ലടിപ്പിച്ചു നിന്ന് പിന്നീടുള്ള ഓവറുകളിൽ ഇംഗ്ലീഷ് ബൗളർമാർ ഇന്ത്യൻ ബാറ്റർമാരെ ചുരുട്ടിക്കൂട്ടുന്ന അവസ്ഥയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. 3 മത്സരങ്ങൾ അടങ്ങുന്ന പരമ്പരയിൽ ആദ്യ മത്സരം ജയിച്ചു തുടങ്ങിയ ഇന്ത്യ പക്ഷേ പിന്നീടുള്ള 2 മത്സരങ്ങളും ഇംഗ്ലണ്ടിന് മുന്നിൽ പരാജയപ്പെട്ടുകൊണ്ട് ഏകദിന പരമ്പരയും ഇംഗ്ലണ്ടിന് മുന്നിൽ അടിയറവ് വെക്കുന്ന ദയനീയ കാഴ്ച കാണേണ്ടി വന്നു ഇന്ന് ലോർഡ്സിൽ. T20 4-0 പരാജയപ്പെട്ടെങ്കിൽ ഏകദിന പരമ്പര 2-1 ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടുന്നു.
2027 വേൾഡ് കപ്പിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ ടീമിന് ഇത് ശുഭകരമല്ല. ടീം ഇന്ത്യ T20-യിലാണെങ്കിലും ഏകദിനത്തിലാണെങ്കിലും ആർക്കും തോൽപ്പിക്കാവുന്ന ടീമായി മാറിയിരിക്കുന്നു. ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത് ബൗളർമാരുടെ പ്രകടനം തന്നെയാണ്. ബുംറയും മുഹമ്മദ് സിറാജുമില്ലാത്ത ബൗളിംഗ് നിര മൂർച്ചയില്ലാത്തതാണെന്ന് ഇംഗ്ലീഷ് ബാറ്റർമാർ ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്ത മത്സരമായിരുന്നു ഇന്നത്തേത്. ഇംഗ്ലീഷ് ബൗളർമാരിൽ മികച്ചു നിന്നത് സാം കരൻ തന്നെയായിരുന്നു. ഇന്ത്യയുടെ 4 മുൻനിര വിക്കറ്റുകളാണ് സാം കരൻ നേടിയെടുത്തത്. 10 ഓവറിൽ 75 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ആ 4 വിക്കറ്റുകൾ നേടിയെടുക്കുമ്പോൾ ഇന്ത്യ പരാജയം സമ്മതിക്കുകയായിരുന്നു ഇംഗ്ലണ്ടിന് മുന്നിൽ. അങ്ങനെ ഒരിക്കൽ കൂടി ഇംഗ്ലണ്ടിന് മുന്നിൽ തലകുനിച്ച് മടങ്ങേണ്ടി വരുന്നു ടീം ഇന്ത്യക്ക്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.